സ്തുതിയിലൂടെയും സ്തോത്രത്തിലൂടെയും ദൈവിക വിടുതൽ അനുഭവിച്ച പ്രിയ ദൈവപൈതലെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ എങ്ങനെ സ്തുതിക്കാമെന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തെ ഇതിനേക്കാൾ മനോഹരമാക്കി തീർക്കാം. നമുക്കൊരു പ്രതിയോഗി ഉണ്ടെന്നത് സത്യമാണ്. നമ്മെ ഉപദ്രവിക്കുവാൻ അവനെ ദൈവം എന്തിനു അനുവദിക്കുന്നു എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. സാത്താനെ നശിപ്പിക്കാതെ അവൻ നമ്മെ ഉപദ്രവിക്കുവാൻ അനുവദിക്കുന്നതിലൂടെ ദൈവത്തിന് നമ്മിൽ തൻ്റെ നന്മ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. തീ അപകടകരമായ ഒരു വസ്തുവാണെങ്കിലും സ്വർണത്തെ ശുദ്ധീകരിക്കുവാൻ തീയെ ഉപയോഗിക്കുന്നു. ദൈവം നമ്മുടെ വിശ്വാസത്തെ തീയിൽ കൂടി ശോധന കഴിക്കുന്നു എന്ന് പത്രോസ് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ശുദ്ധീകരണത്തിനായി പലപ്പോഴും ദൈവം സാത്താനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇപ്രകാരമുള്ള പരിശോധനയിൽ നമ്മുടെ മനോഭാവത്തെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. ഇവിടെ നാം ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നാം നമ്മുടെ വിടുതലിനായി വഴി തെളിക്കുകയാണ് ചെയ്യുന്നത്. 50-ാം സങ്കീർത്തനം 23-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഇപ്രകാരമാണ്: സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുവാൻ അവൻ ദൈവത്തിന് വഴി ഒരുക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മെ വിടുവിക്കുവാനായി ദൈവത്തിന് വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് പല സാധിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയാത്തത് അതിനായി നാം ഒരു വഴി ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ആ സാഹചര്യത്തിൽ വിടുതൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് വഴി ഒരുക്കുന്നു. ഇത് തിരിച്ചറിയാതെ നാം പലപ്പോഴും കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും പിറുപിറുത്ത് വഴി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഇപ്രകാരം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സ്തുതിയിലൂടെ വഴി ഒരുക്കിയ 3 ഭക്തന്മാരെ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കട്ടെ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്ന പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ബാബിലോൺ സാമ്രാജ്യത്തിൽ രണ്ടാമനായിരുന്നു ദാനിയേൽ. പിന്നീട് വന്ന മേദ്യ പാർസ്യ സാമ്രാജ്യം ഉടലെടുത്തപ്പോൾ ദാര്യാവേസ് ചക്രവർത്തി ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദാനിയേലിന്റെ ശത്രുക്കൾ ദാനിയേലിനെ നശിപ്പിക്കുവാൻ ഗൂഢാലോചന കൂടി. അതിൻ്റെ പ്രതിഫലമായിട്ടാണ് സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയേൽ എറിയപ്പെട്ടത്. മേദ്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്ത നിയമം ദാനിയേലിന് വിരോധമായി എഴുതപ്പെട്ടു. എങ്കിലും പ്രാർത്ഥനയിലൂടെയും സ്തുതിയിലൂടെയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദാനിയേൽ വഴി ഒരുക്കി. തൽഫലമായി ദൈവം സിംഹങ്ങളുടെ വാ അടച്ച് ഭക്തനെ രക്ഷിച്ചു. ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് തൻ്റെ ശത്രുക്കൾ തിരിച്ചറിഞ്ഞു. ശത്രു സൈന്യം വളഞ്ഞപ്പോൾ യെഹോശാഫാത്ത് സ്തുതിയിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വഴി ഒരുക്കിയ മറ്റൊരു ഭക്തനായിരുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 21-ഉം 22-ാം വാക്യത്തിൽ അവൻ ജനത്തോട് ആലോചിച്ച് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. യോന സ്തുതിയിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വഴിയൊരുക്കിയ മറ്റൊരു ഭക്തനായിരുന്നു. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 9-ൽ മീനിന്റെ വയറ്റിൽ കിടന്ന് ഞാനോ സ്തോത്രത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്ന് താൻ സ്തുതിക്കുവാൻ ആരംഭിച്ചപ്പോൾ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു. ദൈവം എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മുടെ നന്മയ്ക്കായി തന്നിരിക്കുന്നു. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ പരാതിക്ക് പിറുപിറുപ്പിന് ഇടമില്ല. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട് ധരിച്ചുകൊണ്ട് എപ്പോഴും സ്തുതിയുടെ ആത്മാവിനാൽ നമുക്ക് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വഴി ഒരുക്കാം. കൊലോസ്യ ലേഖനം 3:15-ലും 1 തിമോത്തിയോസ് 2:1-ലും എഫേസ്യ ലേഖനം 5:20-ലും എല്ലാ മനുഷ്യർക്കും വേണ്ടിയും എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും എല്ലാറ്റിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തുതിയിലൂടെയും സ്തോത്രത്തിലൂടെയും ഈ ആഴ്ച ദൈവത്തിന് പ്രവർത്തിക്കാൻ വഴിയൊരുക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.